നമ്മൾ ഇന്ന് എല്ലാവരും കൈവിടാതെ മറക്കാതെ പിടിച്ചു നടക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമല്ലേ? പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, അത് നമ്മെ മുൻപോട്ടാണോ കൊണ്ടുപോകുന്നത് അതോ പിൻപോട്ട് വലിച്ചിടുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണേ. ആ കുട്ടിയുടെ പേര് കാർലോ എന്നാണ്. കാർലോ അക്യൂറ്റീസ്. കാർലോ 1991 ജനിച്ചു. സാധാരണപ്പെട്ട ഒരു കുട്ടി, നമ്മളെ പോലെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. പക്ഷേ അവനും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിച്ചത് എന്റർടൈൻമെന്റിന് വേണ്ടിയും സമയം കൊല്ലാനും ഒന്നുമല്ല, മറിച്ച് വിശ്വാസം പ്രചരിപ്പിക്കാനും ദൈവത്തിന്റെ മഹത്വം ഈ ലോകത്തെ അറിയിക്കുന്നതിനുമാണ് അവൻ ടെക്നോളജിയെ ഉപയോഗിച്ചത്. 15-ാം വയസ്സിൽ കാർലോ മരിച്ചെങ്കിലും ഇന്റർനെറ്റിന്റെ വിശുദ്ധൻ എന്നാണ് കാർലോ അറിയപ്പെടുന്നത്. കാർലോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാം, ചിലപ്പോൾ നമ്മൾ നരകത്തിൽ പോകാം. എവിടെ പോകണമെന്ന് അത് ഉപയോഗിക്കുന്ന നമ്മളെ ആശ്രയിച്ചിരിക്കും, നമ്മുടെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കാർലോയുടെ വാക്കുകൾ മറന്നു പോകരുത്. ഒരിക്കലും സോഷ്യൽ മീഡിയ നമ്മളെ നിയന്ത്രിക്കരുത്, മറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ എന്നാണ് കാർലോ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കുക. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ടെക്നോളജിയും ഒന്നുമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ഇന്നിത് ജീവിതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെസസറീസ് ആണ്. അപ്പം ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ, കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, ജ്ഞാനത്തിൽ വളരുവാൻ, ദൈവവചനം നിറയുവാൻ, ഇതൊക്കെ ഈ പറഞ്ഞ ടെക്നോളജിയെയും സോഷ്യൽ മീഡിയയെയും ഒക്കെ നമ്മെ ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.